ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ കിഡിലും വാൾപേപ്പേഴ്സ് ഒക്കെ കിട്ടുന്ന കുറച്ചധികം ആപ്ലിക്കേഷൻസ് പറഞ്ഞുതരുമോ എന്നുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 5 വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ ആണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 5 ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ കിഡിലും വാൾപേപ്പേഴ്സ് ഒക്കെ ഈ ഒരു 5 ആപ്ലിക്കേഷൻസിലായിട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രഷ് വാൾസ് ആണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ കുറേ അധികം കിഡിലായിട്ടുള്ള വാൾപേപ്പേഴ്സ് ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കുറേ അധികം ഷേപ്സും കാര്യങ്ങളൊക്കെയുള്ള വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ വെക്ടർ ആർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ ലേറ്റസ്റ്റ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ അപ്ലോഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇവിടെ ഫോർ യുയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചധികം കസ്റ്റമൈസ് ആയിട്ടുള്ള വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. അതായത് നമ്മൾ ലേറ്റസ്റ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇവിടെ കസ്റ്റമൈസ് ആയിക്കൊണ്ടിരിക്കും ഈ ഒരു ഫോർ യു എന്നുള്ള ആ ഒരു ഭാഗം വന്ന്. ഇവിടെ കുറേ അധികം ആനിമേ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് ഇവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഇവിടെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നടുക്കുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാറ്റഗറൈസ് തിരിച്ചിട്ട് തന്നെ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അബ്സ്ട്രാക്ട്, അമോൾഡ്, ആനിമൽ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിമയുടെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഗെയിമർ, നിങ്ങളൊരു ഗെയിംസിൻ്റെ ഒക്കെ വാൾപേപ്പർ വേണമെന്നുണ്ടെങ്കിൽ അതും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലെ ഒരു ആപ്ലിക്കേഷൻ വന്നത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് വാൾബൈറ്റ് എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലുള്ള കുറേ അധികം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സംഭവങ്ങൾ കിട്ടും. അതാണ് ഇപ്പോൾ ഒരു ആഡ് കാണിച്ചത്. നിങ്ങൾക്ക് ആഡ്സ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീമിയം നിങ്ങൾ എടുത്താൽ മതി. പ്രീമിയം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അല്ലാണ്ട് തന്നെ ഇവിടെ കുറേ അധികം വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ കളക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഫ്രീ ആയിട്ടുള്ള കളക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ആപ്ലിക്കേഷനിൽ കാണിച്ച പോലെ തന്നെ കുറേ അധികം കാറ്റഗറീസിൽ കുറേ അധികം വാൾപേപ്പേഴ്സ് ഉണ്ട്. അതായത് എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാണ്ട് ഇവിടെ നിന്ന് വാൾപേപ്പേഴ്സ് ഒക്കെ നല്ലത് കിട്ടാൻ കുറേ ആൾക്കാർ ചോദിക്കാണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സീരീസ് തന്നെ ചെയ്തത്, അതായത് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 5 ആപ്ലിക്കേഷനും, അതായത് ഇത് മാത്രമല്ല ഇനി പറയാൻ പോകുന്ന 3 ആപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 5 ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനിലുള്ള വാൾപേപ്പേഴ്സ്, കിഡിലെ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാളും കുറേ അധികം അഡീഷണൽ ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ സീനറി, സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം വാൾപേപ്പേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ജനറേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സും ഇതിൽ നമുക്ക് കുറച്ച് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഡെസ്ക്ടോപ്പിനുള്ള വാൾപേപ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ട് ഒരു സെഷൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ്, നിങ്ങളുടെ PC ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലും വാൾപേപ്പേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റാഡ് പേപ്പേഴ്സ് ആണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ലോഗോസും കാര്യങ്ങളൊക്കെ വരുന്നത്. RD എന്നാണ് ലോഗോ വരുന്നത്. ദെൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീമിയം ആപ്ലിക്കേഷൻ ആണ്. ഇതിൻ്റെ പ്രീമിയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അധികമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം വെക്ടർ, അതുപോലെ ജനറേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സീസൺ കഴിഞ്ഞു, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അപ്ഡേറ്റ് ആവുന്നതാണ്. അതുപോലെ സൂപ്പർ ഹീറോസിൻ്റെ അങ്ങനെ കുറേ അധികം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൈൻഡ് ഓഫ് ജനറേറ്റഡ് വാൾപേപ്പേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വെക്ടർ അല്ലെങ്കിൽ ജനറേറ്റഡ് ഒക്കെ പോലെ തോന്നും. അതുപോലുള്ള കിഡിലും വാൾപേപ്പേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കുറച്ച് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3D ലാൻഡ്സ്കേപ്പ് അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീനറി, അതുപോലെ പോർട്രേറ്റ്സ്, സ്പേസ്, അങ്ങനെ ഇതിലും കുറേ അധികം കാറ്റഗറീസ് ഉണ്ട്. നേരത്തെ ഉള്ള ആപ്ലിക്കേഷൻസ് ഇല്ലാത്ത കാറ്റഗറീസ് വരെ ഇതിലുണ്ട്. സ്പേസ് ഒന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുപോലെ പോർട്രേറ്റ് കാറ്റഗറി ഒന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. സോ കുറേ അധികം കാറ്റഗറീസ് ഓരോ ആപ്ലിക്കേഷനിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വാലി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ ലോഗോസും കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫ്രീ വാൾസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ 849+ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്രയും വാൾപേപ്പേഴ്സ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാൾപേപ്പേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് 5 വാൾപേപ്പറിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് പോരെ എന്നുള്ളത്. സോ നമ്മൾ ഓരോ ആപ്ലിക്കേഷനിലും ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വാൾപേപ്പേഴ്സ് ആണ് വരുന്നത്. ഇതിൽ ഇപ്പോൾ നേരത്തെ വന്ന ഒരു ആപ്ലിക്കേഷനിലും ഇതേപോലത്തെ വാൾപേപ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ പല ആൾക്കും പല ടേസ്റ്റ് ആയിരിക്കും വാൾപേപ്പേഴ്സിൻ്റെ. ചില
ചിലർ സ്വന്തം ഫോട്ടോ വെക്കുന്നവരുണ്ടാവും, അല്ലാണ്ട് പല കളിക്കാരെ ഫോട്ടോ വെക്കുന്നവരുണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. ഇവിടെ കുറേ അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെയുള്ള ആപ്ലിക്കേഷൻസിൽ കണ്ടതല്ലാണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഒക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. സോ ഈ ഇത്തരത്തിലുള്ള വാൾപേപ്പേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിന് ആവശ്യമായ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അധികം ആൾക്കാർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഈ ഒരു ഡെസ്ക്ടോപ്പിലുള്ള വാൾപേപ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്. ചില ആൾക്കാർ കസ്റ്റമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും, അല്ലാത്തവർ പെയ്ഡ് ആയിട്ട് സ്റ്റീമിൽ നിന്നൊക്കെ പെയ്ഡ് ആയിട്ടുള്ള വാൾപേപ്പർ ആപ്ലിക്കേഷനൊക്കെ പർച്ചേസ് ചെയ്യലാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഇതേപോലെ കുറേ അധികം വാൾപേപ്പേഴ്സ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് കുറേ അധികം കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുള്ളത് ഇവിടെ നിന്ന് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് തീമാറ്റിക്ക എന്നാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതും വന്നൊരു പ്രീമിയം ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്രിസ്മസ് ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റും. ദെൻ നമുക്കത് ആവശ്യമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം വാൾപേപ്പേഴ്സ് ഇതുവരെ കാണാത്ത, അതായത് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയിൽ ഒന്നിലും ഇല്ലാത്ത കുറേ അധികം കിഡിലും വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ 50 കോയിൻസ് ആണ് കിട്ടുന്നത്. ഒരു വാൾപേപ്പർ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു. സോ ഇതിൽ ചില വാൾപേപ്പേഴ്സിന് ഒരു 10 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള, അതായത് ഇതിൽ 10 കോയിൻസ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്ന വാൾപേപ്പേഴ്സ് നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് മാത്രം നിങ്ങൾ ഈ ഒരു കോയിൻ കൊടുത്ത് പർച്ചേസ് ചെയ്യുക. ഇത് നമുക്ക് ഫസ്റ്റ് സൈൻ ചെയ്യുമ്പോൾ ഒരു 50 കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും, പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്, കാണുന്ന എല്ലാം ആദ്യം ഡൗൺലോഡ് ചെയ്ത് കോയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കുറേ അധികം കാറ്റഗറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു വണ്ടി പ്രാന്തരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം വണ്ടിയുടെ വാൾപേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. കുറേ അധികം ആണല്ലേ, നല്ല കിഡിലായിട്ടുള്ള കുറേ അധികം നല്ല ക്ലാരിറ്റി ഉള്ള വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പ് വാൾപേപ്പേഴ്സ് എടുക്കൽ പിൻട്രസ്റ്റ് പോലെ ആപ്ലിക്കേഷൻസിലാണ്. അതിൽ പറഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് ക്ലാരിറ്റിയിൽ കിട്ടുള്ളൂ. പക്ഷേ ഇതിലുള്ള വണ്ടിയുടെ വാൾപേപ്പേഴ്സ് ഒക്കെ കിഡിലായിട്ട് നല്ല ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പില്ലാത്ത കുറേ അധികം കാറ്റഗറീസ് അധികമായിട്ടുണ്ട്. ഇവിടെ ടെക് എന്നൊക്കെ പറഞ്ഞ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ടെക് ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഞാൻ പരിചയപ്പെടുത്തിയിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയിൽ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ കിഡിലെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.